ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി യു നോ ദാറ്റ് ഐ എം എ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. ഐ ഹാവ് മൈ ഓൺ റിയൽ എസ്റ്റേറ്റ് ഏജൻസി ആക്ച്വലി. സോ ഐ ഫീൽ ദാറ്റ് I am committed, I am responsible to do a video like this actually. So ഇന്ന് നിങ്ങൾ ഇവിടെ രണ്ട് ചെയർ കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. I am not alone actually. We have someone with us. അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ നല്ല പഴക്കമുള്ള ഒരുപാട് ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ഒരുപാട് ഫസ്റ്റ് ഹോം ബയേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം സതീഷ് ചേട്ടനെ. ചേട്ടാ വരൂ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. Thank you for inviting me. ഇതിൽ നമുക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ആർക്കെങ്കിലും ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഉപകാരപ്പെട്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. എക്സാക്ട്ലി. സോ ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ചേട്ടാ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ. You know, some of you guys might know him, some of you might not. So ഒരു ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് സതീഷ് പള്ളിയിലാണ്. പി ജി എന്ന് എൻ്റെ ചില ഫ്രണ്ട്സ് വിളിക്കും, പി ജി എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയ വന്നിട്ട് ഏകദേശം 2008 വന്നതാണ്. അപ്പോൾ കുറേ കൊല്ലായി. ഓക്കെ, എൻ്റെ രണ്ടാമത്തെ മകൻ ജനിച്ചുകൂടിയാണ്. പിന്നെ ഞാൻ പ്രോപ്പർട്ടി ഇൻവെസ്റ്റിംഗ് കുറേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ടുണ്ട്, നാട്ടിൽ കുറേ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെയും കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ IT ആയിരുന്നു. IT ജോലി ആഴ്ച 2017 ഫുൾ ടൈം ആയിട്ട് റിയൽ എസ്റ്റേറ്റിൽ ആണ് കുറേ കൊല്ലങ്ങളായിട്ട്. ഇപ്പോൾ 2020 സ്വന്തമായിട്ട് എൻ്റെ ബയേഴ്സ് ഏജൻസി ആരംഭിച്ചു. അങ്ങനെ ബിസിനസ് അങ്ങനെ കുറേ പേരെ വീട് മേടിക്കാൻ സഹായിക്കാനാണ് മെയിൻ പരിപാടി. ഇപ്പോൾ കൂടുതലും ഇൻവെസ്റ്റേഴ്സ് ആണ്, 95-96% ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവരെ ഒരു ചേട്ടാ എനിക്ക് $500,000 അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് എവിടെ വീട് മേടിക്കാം, നല്ല വീട് മേടിക്കാം, എനിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡമാണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അവരെ സഹായിക്കണം ഇപ്പോൾ. അപ്പോൾ അതിന് കുറച്ച് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് സർട്ടിഫിക്കേഷൻ 24 സബ്ജക്റ്റുള്ള ഒരു ഇതാണ് എൻ്റെ ഫുൾ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ബ്രോക്കറല്ല, 24 പേപ്പർ പഠിച്ചിട്ടാണ് നമ്മളൊരു ലൈസൻസ്ഡ് ഏജന്റ് ആവുന്നത്. പിന്നെ കുറേ കോച്ചുകളുണ്ട് ഇവിടെ, പ്രോപ്പർട്ടി കോച്ചസ് ഉണ്ട്, നല്ല എക്സ്പെർട്ട് കോച്ചസുകളുണ്ട്, അവർ നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോ കോച്ചിന് $5,000-10,000 ഫീസ്. അപ്പം നമ്മൾ അവർക്ക് ഫീസ് കൊടുത്ത് എൻ്റെ 120,000 അങ്ങനെ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. അപ്പം മറ്റുള്ള മലയാളികളെ കമ്പയർ ചെയ്യുമ്പോൾ അല്പം നോളജ് ഉണ്ട്, അത്രയേ ഉള്ളൂ. നോട്ടീസ് ചെയ്ത ഒരു കാര്യം വെച്ചാൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു സംഭവം കുറച്ചും കൂടെ ഒന്ന് ഇതാണ് അല്ലേ, എഡ്യൂക്കേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്, സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ബാർബിക്യൂനൊക്കെ പോകുമ്പോൾ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, ഞാൻ അവിടെ മേടിച്ചു, അപ്പോൾ ഞാൻ അവിടെ മേടിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് കൂടുതലും നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനെ ലിസൺ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ എക്സ്പേർട്ട് അഡ്വൈസ് കിട്ടുക എന്നതൊരു അതിൻ്റെ ഒരു. അപ്പം നമ്മൾ ഇന്നത്തെ, താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആക്ച്വലി വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഫസ്റ്റ് ഹോം ബയേഴ്സ്. ആക്ച്വലി ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. സോ നമുക്ക് ആദ്യം തന്നെ വലിച്ചു നീട്ടാണ്ട് കാര്യത്തിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഹോം ബയർ ആയിട്ടുള്ള ഒരാൾ ഇപ്പം ഓസ്ട്രേലിയക്ക് വന്നു ആൻഡ് PR ഒക്കെ കിട്ടി ആൻഡ് അവർ വെൻ ഡു ദേ നോ ദാറ്റ് അവർ റെഡിയാണ്, അവർ ഫസ്റ്റ് ഹോം ബയർ, ഓക്കെ വീട് വാങ്ങിക്കണമെന്ന് മനസ്സിലുണ്ടാവും, പക്ഷേ റെഡി ആണെന്നുള്ള കാര്യം അറിയില്ല. അതെ, അത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം പലരും ചിലർ അവരുടെ ഡ്രീം ഹോം, നമുക്ക് ഓസ്ട്രേലിയ പല സ്ഥലത്തും വർക്ക് ചെയ്ത് കയറി വരുന്നുണ്ടാവും. ഇപ്പോൾ ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരൊരു ആഗ്രഹം, ഓക്കെ വി വാണ്ട് ടു ബൈ ഡ്രീം ഹോം എന്നുള്ളതാണ്. അപ്പോൾ ആ ഡ്രീം ഹോം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് അവർ ഡ്രീം ഹോം ചിലപ്പോൾ 800,000 രൂപയായിരിക്കും. എന്ന് വെച്ചാൽ 10% ഓഫ് 800,000 80,000 മിനിമം വേണം. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, പിന്നെ അതർ എക്സ്പെൻസ് വേറെ വേണം. അപ്പോൾ 90,000 100,000 മിനിമം ഉണ്ടെങ്കിൽ ഒരു വീട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് വെയിറ്റ് ചെയ്ത് 1 കൊല്ലം കളഞ്ഞ് 2 കൊല്ലം കളഞ്ഞ് 5 കൊല്ലം 6 കൊല്ലം കളഞ്ഞ ആൾക്കാർ എനിക്കറിയാം. എപ്പോഴാണ് റെഡിയാവുന്ന വെച്ചാൽ ഒറ്റ ഉത്തരവുണ്ടോ, എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയിൽ എവിടെയെങ്കിലും ഒരു വീട് കിട്ടാവുന്നത് 300 400 500 350 വീടുകളുണ്ട്, മേടിക്കാം. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം വിറ്റിട്ടോ അതിന് വെച്ചിട്ടോ നിങ്ങൾക്ക് മെൽബൺ വീട് പിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വീട് പിടിക്കാം. അതാണ് എത്രയും പെട്ടെന്ന് വീട് പിടിക്കാനാണ് നിങ്ങളുടെ പൈസ കൊണ്ട്. അതാണ് പൊതുവേ ഉള്ളൊരു സേയിങ് ആക്ച്വലി. എന്താ പറയാ, നമ്മൾ വെയിറ്റ് ചെയ്യുന്നതോറും പ്രോപ്പർട്ടി പ്രൈസും കൂടി പോവാണ്. സോ ദർ ഇസ് നോട്ട് ലൈക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കുറഞ്ഞ് ഒക്കെ ഇരിക്കും, ബട്ട് നൗ ഇസ് ദ ബെസ്റ്റ് ടൈം ടു ബൈ ഇഫ് യു ക്യാൻ ബൈ എന്നുള്ളൊരു സംഭവം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹോം ബയേഴ്സിന് ആക്ച്വലി ഫസ്റ്റ് ഓക്കെ വൺസ് ഐ ഡിസൈഡ് നമുക്ക് വീട് വേണം, എന്താണ് ഫസ്റ്റ് എന്താ, വാട്ട് ഡു ദേ ഡു ആക്ച്വലി? നമുക്ക് നമ്മൾ 800,000 എന്ന് പറയണ്ട, കാരണം 550 വീട് പിടിക്കാൻ രീതിയിലാണ് നമ്മൾ ആലോചിക്കാൻ. 800 വിചാരിച്ചാൽ ഇപ്പോൾ എത്തില്ല. അപ്പോൾ 500,000 വീട് എന്ന് വിചാരിക്കാം, അതിന് $50,000 ഒരു 10% മിനിമം ഡെപ്പോസിറ്റ് വേണം എന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് കൂടാതെ നമ്മൾ ഈ നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ 10% വേണം, പിന്നെ അത് വേണമെന്ന് പറയും. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ മോർഗേജ് ബ്രോക്കർ എടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഏജന്റ് എടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ പൈസ എടുത്ത് പോയിട്ട് ചോദിക്കണം, എനിക്ക് എപ്പോഴാണെന്ന് റെഡിയാവുക, എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, $30,000 ഉണ്ട്, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. മിനിമം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഒരു പ്ലാൻ കിട്ടും നിങ്ങൾക്ക് ഒരു $50,000 ഉണ്ടെങ്കിൽ. കാരണം $50,000 ഉണ്ടെങ്കിൽ മീൻസ് 500,000 വീട് മേടിക്കാം എന്നുള്ളതാണ് ധാരണ.
പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നഴ്സുമാർക്കാണെങ്കിൽ ചിലപ്പോൾ 5 ശതമാനം മതിയാവും. അപ്പോൾ ചില കേസിൽ ഗവൺമെന്റ് ഗ്രാൻഡ് കിട്ടും. ഗവൺമെന്റ് ഗ്രാൻഡ് വരെ 5% മതി, ബാക്കി 50% ഗവൺമെന്റ് ഇടും. അപ്പോൾ അവർക്ക് ഇരുപത്താൽ മതി. അപ്പോൾ നമുക്കറിയില്ല, നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത് മുഴുവൻ 100% എത്ര ആക്യുറേറ്റ് അല്ല, കൃത്യമാണ്. അപ്പോൾ മോർഗേജ് ബ്രോക്കർ എടുത്ത് പോവുക, ബയേഴ്സ് ഏജന്റ് എടുത്ത് പോവുക, സെയിൽസ് ഏജന്റ് എടുത്ത് പോവുക, പ്രൊഫഷണൽസിന്റെ അടുത്ത് പോയിട്ട് അന്വേഷിക്കുക. ഓക്കെ, നമ്മൾ ഇന്ത്യ പബ്ലിക്കിൽ കാണുന്ന കാര്യമില്ല. അവിടെ അങ്കിള് വാങ്ങി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ബാർബർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സോ പിന്നെ നമ്മൾ അടുത്തൊരു കാര്യം, നമ്മൾ ഒരു മെയിൻ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതാണ്, നമ്മൾ ലൊക്കേഷൻ എവിടെയാണ് വേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു 5-6-7 ലൊക്കേഷൻ ഇങ്ങനെ പോയി കൺഫ്യൂഷൻ അടിച്ച് ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. സോ അതിന് എന്താണ് ചേട്ടനൊരു ഇത് പറയാനുള്ളത്? അതെ, ലൊക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു സമസ്യ തന്നെയാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ജോബ്. ഓക്കെ, ജോബ് നിങ്ങൾ പറഞ്ഞിട്ടല്ല, നാട്ടിലെ പോലെയല്ല. ജോബ് എന്ന് പറഞ്ഞാൽ സംഭവം ഇവിടെ 2 കൊല്ലം 3 കൊല്ലം വാല്യൂ മാറാം. 3 കൊല്ലം കഴിയുമ്പോൾ സിറ്റിയിൽ വർക്ക് ചെയ്ത പാർട്ടി സിറ്റിയിൽ മാറി ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തല്ല ചിലപ്പോൾ ജോലി. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട്, നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വീട്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതായത് സ്കൂൾ ഷോപ്പ് വീട്, ഇതെല്ലാം ഒരു ട്രയാങ്കിൾ ഒരു 15 മിനിറ്റ്സ് ട്രാവലിംഗ് ടൈമിൽ നിൽക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പോൾ പല എസ്റ്റേറ്റുകളിലും സ്കൂൾസ് ഉണ്ട്, ഷോപ്പിംഗ് സെന്റർ ഉണ്ട്. പിന്നെന്താ എന്നോട് വീട് പിടിക്കുക. അതിനേക്കുള്ള നല്ല ലൊക്കേഷൻ നിങ്ങളിപ്പോൾ സിറ്റിയിലേക്കുള്ള ദൂരം നോക്കണേ. സിറ്റിയിലേക്ക് ഇപ്പോൾ ഞാൻ അത്യാവശ്യം സിറ്റിയിലേക്ക് പോകാൻ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ ഞാൻ നാളോട് പോയിരുന്നു. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഉള്ള കാരണം ഇടയ്ക്ക് എന്തെങ്കിലും കാണിക്കാനും പോകും. നമ്മള് പോക്ക് കുറവാണ്. നമ്മുടെ സിറ്റി ആയാൽ ഞാൻ ഓപ്ഷൻ അവിടെയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മേജർ ഷോപ്പിംഗ് സെന്റർ ആണെങ്കിൽ അവിടെ പോകുന്നത്. കൂടെ മണ്ടൂരുള്ള ഷോപ്പിംഗ് സെന്റർ അല്ലെങ്കിൽ സിറ്റിയിൽ കൂടെ ആയിരിക്കും. അല്ലെങ്കിലും നമ്മളിപ്പോ ഞാനിപ്പോ സിറ്റിയിൽ നിന്നും 1 മണിക്കൂർ ദൂരെയാണ് നിൽക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഡെയിലി സിറ്റിയിൽ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു ട്രെയിനിൽ എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മള് അത്ര ചില കാര്യത്തിൽ സ്റ്റബേൺ ആവേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ പറയുള്ളൂ. പിന്നെ യുവർ ഫസ്റ്റ് ഹോം ഇസ് നെവർ യുവർ ഡ്രീം ഹോം. അതാണ് ഇവിടുത്തെ പോയിന്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഫസ്റ്റ് 500,000 വീട് മേടിക്കുക, പിന്നെ 800 ആണ് ഡ്രീം ഹൗസ്, ചിലർ 1 മില്യൺ ഡ്രീം ഹൗസ്. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ അങ്ങനെ പറഞ്ഞ പേരല്ലേ, ഇത് ഈ 500 എന്നുള്ളത് മേടിക്കാൻ 70,000 മതി. 1 മില്യൺ മേടിക്കാൻ 150,000 ആണ്. ഇത് ഉണ്ടാക്കി മേടിക്കും 5 കൊല്ലാവും. അപ്പോഴേക്കും ആ 1 മില്യൺ വീട് 1.5 ഇല്ല, 500 1 മില്യൺ ആയില്ലോ. അപ്പൊ സെയിം വീട് അതിന് കിട്ടുള്ളൂ. എത്ര പെട്ടെന്ന് മേടിക്കാവുന്നതാണ്. അതിപ്പം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിക്കാം, ഫസ്റ്റ് ഹോം ആയിട്ട് വാങ്ങിക്കാം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. യു ക്യാൻ സ്റ്റേ ട്യൂൺ ടു ദിസ് ചാനൽ. ആക്ച്വലി പെട്ടെന്ന് തന്നെ നമ്മൾ അതും ഇറക്കുന്നതായിരിക്കും. സോ നമുക്കിപ്പം ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഒരുപാട് ചിലവരിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ 50,000 സേവിങ്സ് ഉണ്ട്. സോ എന്നാൽ പിന്നെ ഒരു 500K വീട് വാങ്ങിക്കാം. സോ അവർ ആ ഹിഡൻ കോസ്റ്റ് ഒന്നും അറിയുന്നില്ല. ദർ ആർ ലോട്ട് ഓഫ് ഹിഡൻ കോസ്റ്റ് ആക്ച്വലി ടു ബി കൺസിഡർ. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു? ഹിഡൻ കോസ്റ്റ് നമ്മൾ വീട് മേടിക്കുന്ന സമയത്ത് ഓക്കെ, നാട്ടിൽ മേടിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ എന്ന് പറയുന്നത്, ഉത്തരപത്രം. അതേമാതിരി ഇവിടെ പത്രമായിട്ടൊന്നുമില്ലെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതായത് ഒരു വീടിന് ഒരു 1 മില്യൺ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് ഒരു $45,000 നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം. ഓക്കെ, അതിന് പകരമായിട്ട് നിങ്ങൾ അതാണ് ഫസ്റ്റ് ഹോം ബയറിന് വേറെ അഡ്വാൻറ്റേജ്. നിങ്ങൾ ഫസ്റ്റ് ഹോം ബയറാണ് 600,000 താഴെ വീട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് $1 പോലും ടാക്സ് അടയ്ക്കണം. ഇത് നിങ്ങൾ ചെക്ക് ചെയ്താൽ ഇൻട്രസ്റ്റ് ഇത് മാറി വരും, സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണ്ട. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ചിലവ് ഫസ്റ്റ് ഹോം ബയർ ഗ്രാൻഡ് ഇങ്ങോട്ട് കിട്ടും, പൈസ ഇങ്ങോട്ട് കിട്ടും. അത് ഇപ്പൊ 10,000 അത് മാറി 2025 അപ്പോൾ അതന്നെ ടൈം കിട്ടുന്നത്. പിന്നെ ചിലവ് ബിൽഡിംഗ് ആൻഡ് ടെസ്റ്റ് ഇൻസ്പെക്ഷൻ്റെ ഒരു പൈസ വരും. ബിൽഡിംഗ് ആൻഡ് ടെസ്റ്റ് ഇൻസ്പെക്ഷൻ $500 $600 അപ്രോക്സിമേറ്റ്ലി. പിന്നെ കൺവെൻസർക്ക് പൈസ വരും $1,000 $1,200 പല റേഞ്ചുകളുണ്ട്. കൺവെൻസർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ ഒരു ലോയർ ഉണ്ടാവും, നമ്മളെ കോൺട്രാക്ട് ഒക്കെ വായിച്ച് മനസ്സിലാക്കി അതിലുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പം അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരാളാണ്. നാട്ടിലാണെങ്കിൽ നമ്മൾ സാധാരണ ആധാരം എഴുത്തുകാരെടുത്താണ് പോകുന്നത്, ശരിയാക്കാരൊക്കെ ആയിട്ട്. അപ്പോൾ അവരാണ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്ത് അവരുടെ രജിസ്ട്രേഷൻ. അതുമാതിരി നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല, അവരാണ് ഈ ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ 2 തരത്തിലാണ്. ഒന്ന് കൺവെൻസിങ് കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് കൺവെൻസർ എന്ന് പറഞ്ഞ് ചെയ്യാം, ഇല്ലെങ്കിൽ വക്കീലമാർക്ക് ചെയ്യാം. ഓക്കെ, വക്കീലർക്ക് പോകുകയാണെങ്കിൽ അവർ ഭയങ്കര നോളജബിൾ ആണ്. അവർ ഇവിടുത്തെ കോഴ്സ് പഠിച്ചിട്ടാണ് ഫുൾ ലോ അറിയാം. എന്തെങ്കിലും പ്രശ്നം വരണമെങ്കിൽ ആണ് നമുക്ക് അവകാശം, അല്ലെങ്കിൽ വെറുതെ കൺവെൻസിങ് വളരെ എളുപ്പമാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് ലോയർ അടുത്ത് ഈ സോളിസിറ്റർ അടുത്ത് പോകാണ് നല്ലത്. അതുകൊണ്ട് സോളിസിറ്ററാണ് ഐ ഡു റെക്കമെൻഡ്. പൈസ കൂടുതലാണ് എങ്കിൽ പോലും $100-200 എക്സ്ട്രാ കൊടുക്കുന്നതിൽ വിരോധമില്ല. പിന്നെ ഗവൺമെന്റ് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഹോം ബയേഴ്സിനെ അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പം ഈ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വീടൊക്കെ കാണാൻ വരുന്ന ഒരുപാട് ഫസ്റ്റ് ഹോം ബയേഴ്സ് ഉണ്ടാവും കേട്ടോ. അവരൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാം 600-ന്റെ ഉള്ളിൽ ഒരു വീടെടുക്കാനാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഹോമിൽ ആദ്യത്തെ പ്രാവശ്യം അത് കിട്ടത്തുള്ളൂ.
അന്നേരം ആ സ്റ്റാമ്പ് ഡ്യൂട്ടി സേവ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യാം എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പം ഫസ്റ്റ് ഹോം ബയർ ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഒരു 5 കൊല്ലം പഴക്കമുള്ള വീട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു 30 കൊല്ലം പഴക്കമുള്ള വീട് ചെറിയ പൈസക്ക് വലിയ ലാൻഡ് കിട്ടും, അല്ലെ ഹോം ആൻഡ് ലാൻഡ് പാക്കേജ് ഉണ്ടാവും, അല്ലെ ബ്രാൻഡ് ന്യൂ ബിൽഡ് റെഡി ടു മൂവ് ഇൻ ഉണ്ടാവും. ഇതെങ്ങനെ അവർ ഡിസൈഡ് ചെയ്യും ആൻഡ് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്? ഹോം ആൻഡ് ലാൻഡ് പാക്കേജ് ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഓക്കെ, അതിൽ പല മാർക്കറ്റേഴ്സ് ഉണ്ട്. ഹോം ആൻഡ് ലാൻഡ് പാക്കേജ് കൊടുക്കുന്ന ആൾക്കാർ, മാർക്കറ്റേഴ്സ് $40,000 കമ്മീഷൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ നേരിട്ട് സെയിൽസ് ഏജന്റ് എടുത്തോ അല്ലെങ്കിൽ നേരിട്ട് ലാൻഡ് ഓഫീസിൽ പോയിട്ട് ലാൻഡ് മേടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബിൽഡറെ നേരിട്ട് ഏൽപ്പിക്കുക. അതാണ് വേണ്ടത്. ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് വിൽക്കുന്ന ആൾക്കാർ എൻ്റെ ഈ ഓഫീസിലുണ്ട്, തൊട്ടപ്പുറത്തേക്കാണ് ഇത് പരിപാടി. എന്നിട്ട് $40,000 ആ ഒരു അപ്പാർട്ട്മെന്റ് വിൽക്കുന്നതിന്, ഒരു പുതിയ യൂണിറ്റ് വിൽക്കുന്നതിന്, ടൗൺ ഹൗസ് വിൽക്കുന്നതിന് ഡെവലപ്പർ കൊടുക്കുന്ന പൈസയാണ്. അവർ ദേ ഡോണ്ട് ചാർജ് എനി മണി ടു ദീസ് പീപ്പിൾ ഫ്രം ബയേഴ്സ്. നമ്മൾ പൈസ ചാർജ് ചെയ്യും, പക്ഷെ അവർ പൈസ ചാർജ് ഇല്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സർവീസ്. അവർക്ക് പൈസ കിട്ടുന്നത് ഡെവലപ്പേഴ്സിന്റെ $40,000 വെച്ച് കിട്ടും. ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്റ്റേറ്റിൽ അവരൊരു 50 പ്ലോട്ട് വിൽക്കുന്നു. ഓക്കെ, അപ്പൊ അവരതിൽ കുറച്ച് ഭാഗങ്ങൾ അവർ തന്നെ വീട് ഒരു 10 അവർ പണിയും. അത് ആര് പണിയും? ബിൽഡർ, ഒരു വലിയ ഒരു ബിൽഡർ അവിടെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അതുണ്ട്. പിന്നെ ഈ ഇൻഫിൽ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എപ്പിങ് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ, ചില ഓൾറെഡി എസ്റ്റാബ്ലിഷ് സ്ഥലങ്ങളിൽ, ഇടയിലുള്ള സ്ഥലങ്ങളിൽ 5 ടൗൺ ഹൗസ് 10 ടൗൺ ഹൗസ് പണിയാണ് ആൾക്കാർ. അവരാണ് ഇവരെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവര് പറയും ഇങ്ങനത്തെ മാർക്കറ്റ് കുറേ ഞാൻ 10 ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നീ പറഞ്ഞ വിറ്റാൽ നിങ്ങൾക്ക് നടത്തേണ്ടതാണ്. അവരെ സൂക്ഷിക്കാം. ബേസിക്കലി ഇവിടെ എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ പുതിയ സബർബ് ഇങ്ങനെ എക്സ്പാൻഡ് ആയി വരുന്നത് വെച്ചാൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ കൊടുക്കും, അത് ഡെവലപ്പേഴ്സ് വാങ്ങിക്കും, അവർ പ്ലോട്ടായിട്ട് കട്ട് ചെയ്ത് അവർ പിന്നെ അത് സെല് ചെയ്യും ഓരോ ആൾക്കാരെ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു സംഭവം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പറഞ്ഞ ഡെവലപ്പർ സെല് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹോം ആൻഡ് ലാൻഡ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിന് കുറേ നൂലാമാലകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സ്മൂത്ത് ആവാം, പക്ഷെ ഇങ്ങനെയും ആവാം. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ ഫസ്റ്റ് ഹോം ബയേഴ്സ്. പിന്നെ പഴയ വീടോടെ പുതിയ വീടോടെ പഴയ വീട് പുതിയ വീടിന്റെ വാല്യൂ ഏതാണെന്ന് നോക്കി അത് മേടിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കേസിൽ ഇപ്പം ഞാൻ കണ്ടത് 2020 ശേഷം കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ 2019 വീടുണ്ടാവും. ഓൾ ഡിഫൻസ് അപ്പോൺ ദ മാർക്കറ്റ്. നമുക്കറിയില്ല ഏതാ വാല്യൂ വെച്ചാൽ അത് മേടിക്കുക. പുതിയ ബ്രാൻഡ് ന്യൂ ബ്രാൻഡ് ഇയർ 1 വീടും ഇയർ 5 വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ എൻ്റെ ആദ്യത്തെ വീട് 40 കൊല്ലം പഴക്കമുണ്ട്. ഇവിടെ 40 50-55 കൊല്ലം പഴക്കമുണ്ട്. അപ്പൊ കുറച്ചുകൂടി സിറ്റിക്ക് പോകുന്ന ഒരു 100 കൊല്ലം പഴക്കമുണ്ട്. 1920s 25 കോളിവുഡ് ഭാഗത്തൊക്കെ 1920s വീടുകളാണ്. അപ്പം നമ്മൾ പുതിയ മേഖലയ്ക്ക് വരുന്നതും 2010 ഒക്കെയാണ് പഴയത് പറഞ്ഞത്. നമ്മൾ പഴയത് പറഞ്ഞത് എൻ്റെ ഏരിയ മുഴുവൻ 1960s പഴയ വീടുകളാണ്. അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് കുറെ പേര് ഫസ്റ്റ് ഹോം ബയേഴ്സ് ഗ്രാൻഡ് 10,000 കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നില്ല. കാരണം ഇപ്പൊ ഒരു ട്രെൻഡ് കാണുന്ന പൊതുവെ എന്ന് വെച്ചാൽ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടിയും ഇപ്പൊ 1 കൊല്ലം പഴയ പ്രോപ്പർട്ടിക്ക് വില പോകും. കാരണം ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി കുറെ ഉള്ളൂ. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ടു ബൈ ആ 1 കൊല്ലം പഴക്കമുള്ളത്. അപ്പം അതൊന്ന് നിങ്ങൾ വെയ് ചെയ്ത് നോക്കണം. അഗൈൻ അതിനൊക്കെ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. നിങ്ങൾ പഴയ പ്രോപ്പർട്ടി പുതിയ പ്രോപ്പർട്ടി, ഞാനിപ്പോഴും പഴയ പ്രോപ്പർട്ടിയിലാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ചിന്താഗതിയാണ് എന്റെ ഭാര്യ സമ്മതിക്കുന്നത്. ഒരിക്കലും ഞാൻ കണ്ടിരുന്നത് പെണ്ണുങ്ങൾ കൂടുതലും ബ്രാൻഡ് കിച്ചൺ ബ്രാൻഡ് ബാത്റൂം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ ഞാൻ അല്ലെങ്കിൽ പുതിയ വീടും പുതിയ ബാത്റൂം പുതിയ കിച്ചണും ഒരു വാടക കൊടുത്തിട്ട് വലിയ കാര്യം ചെയ്യാറില്ല. 2 കൊല്ലം കഴിയുമ്പോൾ അവർ നശിച്ചിട്ട് പോകും. അപ്പോൾ അത് മാക്സിമം നമ്മൾ പഴയ മേടിച്ചാൽ അതിന് വാല്യൂ ഫോർ മണി കിട്ടും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഒരു വീട് വാങ്ങിക്കും. 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ റെന്റിനോട് നിങ്ങൾ വേറെ വാങ്ങിച്ചോ, നിങ്ങൾ ഡ്രീം ഹോം വാങ്ങിക്കും, ബൈ ഇക്വിറ്റി നിങ്ങൾ ഡ്രീം ഹോം വാങ്ങിക്കോ. അതാണ് അതിന്റെ ഒരു സെറ്റപ്പ്. നമ്മളല്ലാണ്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചാൽ ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ബാഡ് ഫൈനാൻഷ്യൽ ഡിസിഷൻ യു ആർ മേക്കിംഗ്. അതെ, ആൾക്കാരെ ഇവിടെ മേടിക്കാൻ പറ്റും നിങ്ങൾക്ക്. കാരണം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു നാച്ചുറൽ ഗ്രോത്ത് ഉണ്ട്. കേരളം പോലെയല്ല. ഓക്കെ, കേരളത്തിൽ കുറഞ്ഞ 10 വരെയായിട്ട് ഒരു ഗ്രോത്ത് ഇല്ല. പക്ഷേ ഇവിടെ നല്ല ഗ്രോത്ത് ഉണ്ട്. കാരണം ഇവിടെ ഇമിഗ്രേഷൻ ഉണ്ട്. ഇമിഗ്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഇമിഗ്രേഷൻ ബേസ്ഡ് എക്കണോമിയാണ്. ആൾക്കാർ വരുന്നു. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ അവർ മൊത്തത്തിൽ ഇങ്ങനെ കൂടി വരും പ്രൈസസ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എൻ്റെ 40 ഇയേഴ്സിൻ്റെ 50 ഇയേഴ്സിൻ്റെ ഒരു വെബിനാർ ഉണ്ട്. ഞാൻ എല്ലാ കൊല്ലം എത്ര കൂടിയത് 1980s പ്രോപ്പർട്ടിയുടെ വില ഇവിടെ $39,000 ഒരു വീടിന്റെ വില $39,000 ഉണ്ടായിരുന്നു. ഒരു കാറിന്റെ വില അതിൽ കിട്ടില്ല. അപ്പോൾ $30,000 ഒരു വീടിന്റെ വില.
1970-70s ഏകദേശം 25-26 ഒരു വീട് കിട്ടും. പിന്നെ അത് പെട്ടെന്ന് കയറി 40 1990 അത് 180 160 180 ആയി. പിന്നെ അത് 300 ആയി, 600 ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു 800 900 ആവറേജ് മീഡിയൻ പ്രൈസസ് കൂടും എന്ന് പറയാണ്. വെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം മെൽബണിലാണ് ജോലി ചെയ്യുന്നത്, മെൽബണിൽ തന്നെയാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു വീട് വേണ്ടത് എന്ന്. പക്ഷേ ബട്ട് യു ഡോണ്ട് ഹാവ് ഇനഫ് മണി ടു ബൈ ഇൻ മെൽബൺ എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ സതീഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. യു ക്യാൻ ബൈ എനിവെയർ ഇൻ ഓസ്ട്രേലിയ ആൻഡ് പുട്ട് ഇറ്റ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും, ഇൻവെസ്റ്റ്മെന്റിന്റെ വീഡിയോയിൽ പറയും. റെന്റ് ഇൻവെസ്റ്റിംഗ് ആണ്. അത് ആ ടേം നിങ്ങൾ ഗൂഗിൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം റെന്റ് ഇൻവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള പൈസ കൊണ്ട് എവിടെയാ വീട് പഠിക്കുക. കാരണം വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റെ ജോലി ചിലപ്പോൾ ക്ലേറ്ററിലായിരിക്കും, എൻ്റെ ജോലി ചിലപ്പോൾ ടല്ലാമലിൻ്റെ എയർപോർട്ടിലായിരിക്കും. അപ്പം ഈ ട്രയാങ്കിൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ജോലിയും സ്കൂളും ഷോപ്പിങ്ങും പിന്നെ ജോലിക്കുള്ള ദൂരവും ഒരു അടുത്താണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ടല്ലാമലിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ചിലപ്പോൾ അവിടെ 1 million ഉണ്ടെങ്കിൽ, ഇവിടെ 1 million അറിയില്ല, 1 million ഉണ്ടെങ്കിൽ, അപ്പോൾ ഗ്രീൻ ബാങ്ക് അവിടെ 1 million ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാടകയ്ക്ക് താമസിക്കാം. ഓക്കെ, അവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണ് വീട് പിടിക്കാൻ പറ്റുന്നത് വെച്ചാൽ അവിടെ വീട് പിടിച്ചാൽ അത് വാടക കൊടുത്താൽ മതി. അപ്പോൾ ടാസ്മാനിയയിലാവും, പെർത്തിലാവും, ബ്രിസ്ബെയിലാവും. ഈ നമ്മൾ ചില ആൾക്കാർക്ക് പണ്ട് ഒരു സ്ഥിതി ഉണ്ട്, അതായത് മെൽബൺ മാത്രം ഗ്രോത്ത് ചെയ്യുള്ളൂ, സിഡ്നി വന്നത്. ഇപ്പോൾ മെൽബൺ ആക്ച്വലി ഡെഡ് ആണ്, പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ഇനി പറയാൻ പോകുന്നത് മെൽബൺ ഈസ് ഗോയിങ് ടു ഗ്രോ. Actually, within 2-3 weeks, you will see this. Within 2-3 weeks. Hopefully. പക്ഷെ എന്നാലും നമ്മൾ ബയസിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പം ബയസിന് നല്ല അടിപൊളി ടൈമാണ്. ബയസിന്റെ ടൈം കഴിയാറായില്ല. ഇനിയിപ്പോ സെല്ലേഴ്സിന്റെ ടൈം ആവും വിത്തിൻ ഷോർട്ട്. കാരണം ഞാൻ ഇന്ന് സ്ഥലത്ത് പോയി ഓപ്ഷൻ പോയിരുന്നു. പഴയ വീട് ഒരു 1950-60s വീടല്ലേ. അത് അവിടെ ഓപ്ഷൻ്റെ കാണും, ഒരു 100-150 പേര് ഓപ്ഷൻ ഉണ്ട്. 5 ആക്റ്റീവ് ബയേഴ്സ് ഉണ്ട്. അത് മാർക്കറ്റ് ചെയ്ത് 1.1 to 1.2 ആണ് മാർക്കറ്റ് ചെയ്ത്. വിറ്റ് പോയത് 1,551,000 പോയി. അപ്പോൾ സഡൻലി ആണ് മാർക്കറ്റ് മാറുന്നത്. കാരണം ബയേഴ്സ് ഏജന്റ് സ്റ്റാർട്ടഡ് ബൈയിങ് മെൽബൺ. കാരണം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ മെൽബൺ വാങ്ങിയിട്ടില്ല. ഞാൻ ഈ കൊല്ലം മുതൽ കഴിഞ്ഞ എൻ്റെ 9 മാസം പോലെ ഞാൻ ബയേഴ്സിന് പറയാം വിൽ സ്റ്റാർട്ട് ലുക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കോച്ച് പറയും എവിടെ മേടിക്കണം ആന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ 300 ബയേഴ്സ് ഏജന്റ് വിൽ സ്റ്റാർട്ട് ബൈയിങ് ദിസ് വീക്ക് ഓൺവേർഡ്സ്. You will change quickly. Next week it will be കണ്ടോളൂ. You will see extra buyers. അല്ല, അത് ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മെൽബൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിക്ടോറിയ മൊത്തമായിട്ട് എടുക്കുന്നത്. നമ്മളിപ്പം ചീപ്പർ പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ പെർത്തിലോ മറ്റു ടാസ്മാനിയയിലോ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ കുറെ റീജിയണൽ ഏരിയാസിൽ ഉണ്ട്, ജുലോങ് ഉണ്ട്, ഷെപ്പാർട്ടൻ ഉണ്ട്, ബെൻഡിഗോ ഉണ്ട്, ചിപ്പ് ഉണ്ട്, അങ്ങനെ ഇവിടെ വെരിബി ഉണ്ട്. സോറി അല്ല, മറ്റേ ഈ സെയിൽ ട്രാവലാക്കി ലേക്ക് സെൻട്രൻസ് ഏരിയ അതായത് ഈ രണ്ടിനോ കാക്കനോണ്ട് പോകുമ്പോൾ വാറകളുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഈവൻ ആറട്ടായാൽ പോലും അവിടെ 400,000 രൂപ ഉഗ്രം വീടുകളുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വൈഡ് ഓപ്പൺ ആണ് എന്നാണ് ജസ്റ്റ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഹോം ബയേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് കോമൺലി ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം നമ്മളൊരു വീട് വാങ്ങിക്കാൻ നോക്കും. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അത് സ്വന്തം വീടായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റേക്സ് വരാൻ പാടില്ല. ഒരു മിസ്റ്റേക്ക് പറ്റിയാലും നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 500,000 ആയാലും പോലും ഏറ്റവും ചീപ്പസ്റ്റ് 5,000 കോടി രൂപയും മിസ്റ്റേക്ക് തന്നിട്ട് നോക്കണം. അപ്പോൾ അതിൽ ഒരു മിസ്റ്റേക്കാണ് സ്ട്രാറ്റജി മിസ്റ്റേക്സ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ അപ്പാർട്ട്മെന്റ് വാങ്ങരുതെന്ന് പറയും. ഓക്കെ, അപ്പാർട്ട്മെന്റ് വാങ്ങുന്നത് നമുക്ക് ക്യാപിറ്റൽ ഗ്രോത്ത് പറയും. ഓക്കെ, യൂണിറ്റ്സ് കുറച്ചും കുറവാണ് എങ്കിലും ഭേദമാണ്. കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഭേദമാണ് യൂണിറ്റ്സ്. അതിലൊരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് വിൽക്കാനായിട്ടുണ്ടായിരുന്നു. 1 bedroom അപ്പാർട്ട്മെന്റ്. പുള്ളിക്കാരന് 400K വേണമെന്നാണ് ഉണ്ടായത് വണ്ടൂരിൽ. പുള്ളിക്കാരൻ്റെ അപ്രൈസ് നമ്മൾ കൊടുത്ത 360 ആയിരുന്നു. നമ്മൾ വെറുതെ RP ഡേറ്റയിൽ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ 5-6 വർഷം മുന്നേ 360 കണക്ക് നോക്കിയത്. 1 രൂപ പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നില്ല. സ്റ്റാബിലിറ്റി നഷ്ടം പുള്ളി. അതാണ് അവസ്ഥ. അതേസമയം ആ 360ക്ക് അന്ന് വേറെ എവിടെയെങ്കിലും സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 500 ആവും അല്ലെങ്കിൽ 600 ആവും. ഒരു ഇൻഡിപെൻഡന്റ് റീജിയനിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി. ഇൻഡിപെൻഡന്റ് വീട് കാരണം ലാൻഡ് ഓൺലി അപ്രീഷിയേറ്റ്സ് എന്ന് പറയും.
പക്ഷെ എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഒരു വീടുള്ള ലാൻഡ് കുറവുള്ള 250 സ്ക്വയർ മീറ്റർ ആയാലും വീട് മേടിക്കുകയാണെങ്കിൽ വീട് മേടിക്കുക. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ ലാൻഡ് ഉള്ള സ്ഥലം വലിയൊരു ലാൻഡ് മേടിച്ചിട്ട് നോക്കേണ്ട കാര്യമില്ല. ലാൻഡ് കുറച്ചായാലും 250 സ്ക്വയർ മീറ്റർ ആയാലും എവിടെയെങ്കിലും ഒരു വീട് മേടിക്കുക. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ മിസ്റ്റേക്സ് പറ്റാൻ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നമ്മൾ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടോ അത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. പലരും ഗസ്റ്റ് ചെയ്യും ഇത് വീട് കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. പുതിയ വീടിന് പ്രശ്നങ്ങളുണ്ട്, പഴയ വീടിന് പ്രശ്നങ്ങളുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഓക്കെയാണ്, സ്ട്രക്ചറൽ ഇഷ്യൂസ് വരാണ്ട് നോക്കുക. അപ്പോൾ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ $500 അപ്പോൾ അത് മസ്റ്റ് ആയിട്ട് ചെയ്യാം. ഓപ്ഷന് പോവുകയാണെങ്കിൽ ഓപ്ഷന് മുമ്പായിട്ട് ഇൻസ്പെക്ട് നടത്തണം, അൺകണ്ടീഷണലാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഗസ്റ്റ് ഒഴിവാക്കുക. കാരണം നമ്മൾ മേടിക്കുന്നത് $500,000 പ്രോപ്പർട്ടിയുടെ $500 ഒന്നുമല്ല. ഇതിലും ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനുണ്ടായിരുന്നു മുന്നേ. ഒരു വെണ്ടർ, പുള്ളിക്ക് ഓപ്ഷൻ തന്നെ വേണം. പുള്ളി എന്ത് ചെയ്തിട്ടും ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ലാസ്റ്റ് അവർക്ക് വീട് വേണമെങ്കിൽ ബിൽഡിംഗ് നല്ല പ്രൈസ് ഒക്കെ പുള്ളി പറയുന്ന പ്രൈസ് കൊടുക്കും. ലാസ്റ്റ് ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കിയ സമയത്താണ് സ്ട്രക്ചറലി വീട് കുറച്ച് മൂവായി, വീട് ലിറ്ററലി മൂവായി. അപ്പം അപ്പം അത് ഒരു പോയിന്റ് ആണ്. ഓപ്ഷന് പോയി വാങ്ങിക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ $500 പോയാലും കുഴപ്പമില്ല, അത് ചെയ്യുക. അതൊരു വളരെ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ബിൽഡർ വെച്ച് ശരിയാക്കി ചെയ്യുകയാണെങ്കിൽ ടെൻഷൻ ഇല്ല. ഇതിപ്പോ അയാൾക്ക് തോന്നിയ കിട്ടി വരും. ഇത് ചെയ്താൽ മതി, ചെയ്യാൻ ചിലപ്പോൾ നിസ്സാര പൈസയാവുള്ളൂ. എന്ത് കാര്യം ഫിയർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അൺസർട്ടനിറ്റിയും നോളജിന്റെ കുറവാണ്. ഈ ഫിയർ ഒഴിവാക്കിയാൽ മതി. ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ വെച്ചിട്ട് ഇതോടെ അല്ലേ ഇവിടെ സ്റ്റമ്പാണെങ്കിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എക്സ്ട്രാ കോൺക്രീറ്റ് ആണ് കൊണ്ടിടണം, അത്രേ ഉണ്ടാവുള്ളൂ. അതിന് $5,000 ചിലവും. അത് സെല്ലേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റ് ആണ്. നമ്മളിപ്പോ വീട് സെല് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ കയ്യിൽ ഒരു പണിയെടുക്കാനില്ല, ഞാൻ അല്ലേ ആ ഒരു സംഭവമാണ്. ബിൽഡർ ഇങ്ങനെയാണ്, ഇങ്ങനെ സെല് ചെയ്തോളാം, ആൻഡ് ദെൻ അവർക്ക് ടോപ്പ് മണിയും വേണം എന്നുള്ളത്. ഇപ്പോഴത്തെ നിലയ്ക്ക് ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാല് ഫുള്ളി ചെയ്തിട്ടുള്ള, അതായത് പഴയ വീട് പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നത്, പഴയ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബയസ് പോവാം. അതായത് ബ്രാൻഡ് കിച്ചൺ, ബ്രാൻഡ് ബാത്റൂം ഒക്കെ ആണെങ്കിൽ ബയസ് മേടിക്കുന്നുണ്ട്, മൂവ്മെന്റ് ഉണ്ട്. ആ സമയത്ത് ഇത്തിരി പണിയുണ്ടെങ്കിൽ അത് അവരെ കണ്ട് കാര്യമില്ല, ട്രേഡീസിന് കിട്ടാനില്ല. എല്ലാ ട്രേഡീസും ബിസിയാണ്, നല്ല വർക്കുണ്ട്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അത് കൂടിയാണ്. പിന്നെ വീട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ, പിന്നെ ലീഗലായിട്ട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ നോക്കി. ഇപ്പോൾ സ്ട്രക്ചറൽ ഇഷ്യൂസ് ലീഗലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നോക്കുക, അത് നല്ല കൺവെൻഷനോട് നോക്കിക്കണം. ഒപ്പിടുന്നതിന് മുമ്പ് ഒപ്പിട്ടതിന് കാര്യമില്ല, എന്തെങ്കിലും കാര്യമില്ല. ഒപ്പിടുന്നതിന് മുമ്പ് ഇത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുന്നത്. പല സ്ഥലത്തും ഡെവലപ്പർ കുറെ പൈസ ഇവരെ കൊണ്ട് തന്നെ ചാർജ് ചെയ്യും. ചില സ്ഥലത്ത് അവർ കവലന്റ് നോക്കാം. അതായത് ഇവിടെ നമ്മൾ വിചാരിക്കാം നമുക്ക് നല്ല 2 നില വീട് പണിയാം, അല്ലെങ്കിൽ 1 നില വീട് പണിയാം, ഞാൻ വയസ്സായിരിക്കും 1 നില വീട് പണിയാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവിടെ കവലന്റ് 2 നില വീട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടോ. നമ്മൾ വായിച്ചു നോക്കണം എന്താണെന്ന്. ഈസ്മെന്റ് എന്താ പറയുക. അപ്പോൾ നിങ്ങളുടെ അവിടെ അധികം ഈസ്മെന്റ് കുറച്ച് സ്ട്രക്ചേർഡ് ആയിരിക്കും. ഇവിടെ ഈസ്മെന്റ് ഇവിടെ ആകെ സബ്ഡിവിഷൻ ഒക്കെ ആയിട്ട് നമ്മുടെ ഈ കുറച്ച് പഴയ നേരം ഞാൻ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ നിൽക്കണ്ട. അപ്പൊ നമ്മൾ സബ്ഡിവിഷൻ നോക്കുമ്പോൾ നമ്മൾ ബാക്കിൽ സ്ഥലം നോക്കും, സൈഡിൽ 3.5 മീറ്റർ സ്ഥലം നോക്കും. ഇതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നല്ല ക്ലീൻ കട്ട്, നല്ലൊരു റെക്ടാങ്കിൾ സ്ഥലം, കോർണർ ബ്ലോക്കാണ്. അവിടെ ബാക്കിൽ നല്ല സ്ഥലമുണ്ട്. ഈസ്മെന്റ് എടുത്ത് നോക്കി ഈസ്മെന്റ് ഓൾമോസ്റ്റ് സെന്ററിൽ കൂടെ പോകുന്നത്. അതൊരു ചെറിയ കുന്നിന്റെ സൈഡിലാണ്. വീട്ടടി കൂടെ ഇല്ല, ബാക്കിൽ പറമ്പിൽ കൂടെ എന്ന് വെച്ചാൽ ഈസ്മെന്റ് വരെ പണിയാൻ പാടില്ല. അപ്പൊ ഈ സെഗ്മെന്റുകളിൽ കുന്നിന്റെ അടിത്താഴത്താണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അത് കുന്നാക്കി വരുന്ന വഴി നേരെ സെന്ററിൽ കൂടെ ബാക്കിൽ. ഓക്കെ, വീടിന് കുഴപ്പമൊന്നുമില്ല. വീട് ഇപ്പൊ ആ വീട് പൊളിച്ചിട്ട് അവിടെ വരെ പണിയാൻ കുഴപ്പമില്ല. നമുക്ക് നമ്മൾ വിചാരിക്കാം എക്സ്റ്റെൻഡ് ചെയ്യാം, 2 റൂം കൂടെ പണിയാം എന്ന് വിചാരിച്ചിട്ട് തന്നാൽ നടക്കില്ല. ബേസ്മെന്റ് നോക്കണം, കവറിട്ട് നോക്കണം, ഓവർലേസ് നോക്കണം, എന്തെങ്കിലും ഫ്ലഡ് പ്രൊട്ടക്ഷൻ അങ്ങനെ ഉണ്ടോ, ഫ്ലഡ് ആക്കാൻ സോണിങ് നോക്കണം, ബുഷ് ഫയർ സോൺ നോക്കണം. ഈസ്മെന്റിന്റെ മെയിൻ സംഭവം വെച്ചാൽ ഈസ്മെന്റിന്റെ മുകളിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒന്നും പണിയാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ പണിയാം. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും വന്നിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യും. അപ്പൊ അവർ ഏകദേശം പൊളിക്കും. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ഇതൊക്കെയാണ്. പക്ഷെ നമുക്ക്, ഞാൻ ആസ് എ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് പ്രശ്നങ്ങൾ വെച്ചാൽ എനിക്ക് ഇപ്പൊ റീസെന്റ് ഒരു വെണ്ടർ ഒരു ഓഫർ റിജക്ട് ചെയ്തു. നല്ല ഓഫർ ആയിരുന്നു, അതാണ് ഏറ്റവും കൂടി നിൽക്കുന്ന ഓഫറും. പക്ഷെ ഇത്ര കാലം എന്താ പറയാ കണ്ടീഷൻസ്, അത് കൺവെൻഷൻ കൊണ്ട് വരുന്നതാണ്. അത് നമ്മള് എന്താ പറയാ കണ്ടീഷൻസ് കൂടുന്തോറും ഡീൽ നടക്കില്ല. ഇത് വായിച്ചപ്പോൾ നമുക്ക് ഒന്നും ന്യായമല്ല. ന്യായമുള്ള കാര്യങ്ങൾ 2 കൂട്ടം ചോദിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഫൈനൽ ഇൻസ്പെക്ഷന് പോകുന്ന സമയത്ത് എല്ലാം ഗ്യാസ് വർക്ക് ചെയ്യുന്നുണ്ടോ, പൈപ്പിലെ വെള്ളം വരുന്നുണ്ടോ, ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാം. ദാറ്റ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്.
ആ ചാൻസിൽ നിങ്ങൾ എല്ലാം നോക്കിയിട്ട് അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ ചെയ്തു തരും എന്നുള്ളൂ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അന്ന് നമ്മൾ വെറുതെ നടന്ന് നോക്കിയിട്ട് വരും. പിന്നെ തിങ് ഇസ് ദാറ്റ് നമ്മുടെ ഇൻസ്പെക്ഷന് പോകുമ്പോൾ വീടായിരിക്കില്ല ഒരിക്കലും ഫൈനൽ ഇൻസ്പെക്ഷൻ. ഫൈനൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ എല്ലാവരും ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ഫേർണിച്ചറൊക്കെ പോയി പിന്നെ കാലി വീടായി വീട് കാണാൻ രസമില്ല. അപ്പോൾ അതാണ് സംഭവം. ഇൻസ്പെക്ഷന് പോകുമ്പോൾ നമ്മൾ ഫേർണിച്ചറിൽ നമ്മൾ ഇമോഷണലി വീണ് പോകാൻ പാടില്ല എന്നുള്ളൊരു ഇത്. ഇതൊക്കെയാണ് കോമൺ മിസ്റ്റേക്സ്. ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരിക്കലും ഫർണിച്ചർ നോക്കാണ്ട് ചമരും കർട്ടൻ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് അവിടെ ഉള്ളത്. മറ്റേത് നോക്കാതെ സീലിംഗ് അതൊക്കെ നോക്കുക. ബാത്റൂംസ് ഇതൊക്കെ നോക്കുക. ഈ ഫൈനൽ ഇൻസ്പെക്ഷൻ സാധാരണ സെറ്റിൽമെന്റ് 4 ദിവസം മുമ്പ് സെറ്റിൽമെന്റിന് 2-3 ദിവസം മുമ്പ്. ഇനി ചില ഏജൻസി ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഫൈനൽ ഇൻസ്പെക്ഷന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ട് അവരെ വിളിച്ചോർപ്പിക്കും. അതൊരു ഇതാണ്. നിങ്ങൾ റൈറ്റ് ആണ്. അതെ, എക്സാക്ട്. പക്ഷെ ഇതൊക്കെയാണ് ജസ്റ്റ് ഫസ്റ്റ് ഹോം ബയേഴ്സ് ഉണ്ടാക്കുന്നത്. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ എവരിബഡി മേക്സ് സം സോർട്ട് ഓഫ് മിസ്റ്റേക്ക്. അതിൽ നിന്നാ നമ്മൾ പഠിക്കാം. ഞാൻ തന്നെ ഇപ്പൊ എന്റെ അടുത്ത് എല്ലാ ദിവസവും 1-2 പേര് വിളിച്ചിട്ട് പറയും അവരെ ഇങ്ങനെ വിളിച്ചു അവിടെ പറ്റി ഇവിടെ പറ്റി. അപ്പൊ ഞാൻ ആക്ച്വലി ട്രൈ ടു റൈറ്റ് എ ബുക്ക് 100 മിസ്റ്റേക്സ്. അത്രയും മിസ്റ്റേക്സ് എനിക്ക് അറിയപ്പോ ആൾക്കാരുടെ പറഞ്ഞു അപ്പൊ നമ്മളത് കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ കൊടുക്കാൻ പറ്റി. നിങ്ങളെ ഇപ്പം ഒരുപാട് പ്രോപ്പർട്ടിയോ വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തല്ലേ? വാട്ട് ആർ സം മിസ്റ്റേക്സ് ദാറ്റ് യു മേഡ്? ഞാൻ മേഡ് ചേട്ടന് വേണ്ടി ഈശ്വരി ഇവിടെ വന്ന സമയത്ത്, പണ്ട് IT ജോബിലുള്ള സമയത്ത്, എങ്ങനെ വാങ്ങിച്ച സമയത്ത് ഞാൻ അങ്ങനത്തെ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞ മിസ്റ്റേക്സ് നമ്മൾ വീഡിയോ പഠിക്കുന്നത് എസ്പെഷ്യലി പഴയ വീഡിയോ പഠിക്കുന്ന സമയത്ത് ആസ്ബെസ്റ്റോസ് നമ്മുടെ ഷെഡ് പൊളിച്ച് കളയായിരുന്നു. ആ ഷെഡ് പൊളിച്ച് കളഞ്ഞെങ്കിൽ ആസ്ബെസ്റ്റോസ് നാട്ടിൽ എൻ്റെ വീട്ടിൽ മുകളിൽ ആസ്ബെസ്റ്റോസ് എടുക്കണം. അപ്പം അത് പൊളിച്ച് കളഞ്ഞെങ്കിൽ ഈ മറ്റേ ഈ കൊറോണ കാലത്ത് വെള്ളം കോട്ട കിട്ടുന്ന ആൾക്കാർ വരില്ലേ മാസ്ക് ഇട്ടിട്ട് അതേമാതിരി വരികയാണ്. ഭയങ്കര സംഭവമല്ലേ ഇവിടെ ആസ്ബെസ്റ്റോസ്. ഇവിടെ എല്ലാ വീട്ടിലും ആസ്ബെസ്റ്റോസ് ഉണ്ട് നമ്മുടെ സൈഡിൽ. പഴയ വീട്ടില് എല്ലാം ഇപ്പൊ ഈ ഓട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓട് ചമരുന്നുള്ള കണക്ഷൻ ഉണ്ടല്ലോ, അതൊരു ചെറിയ പീസാണ്. ആ പീസിൽ ഇത് അല്ലെങ്കിൽ ഇപ്പൊ സിമെന്റ് ഷീറ്റ് എന്ന് പറയും, പണ്ട് ആസ്ബെസ്റ്റോസ് ഷീറ്റാണ്. ഈ സാധനമൊക്കെ ഇറക്കി കുളിക്കുന്നുണ്ടെങ്കിൽ കോവിഡ് ആകെ മാസ്ക് ഇട്ടിട്ട് ഈ ആസ്ബെസ്റ്റോസ് പൊടി ഉള്ളിൽ പോയ ക്യാൻസർ വരുന്നതാണ്. അപ്പൊ ഞാൻ പണ്ട് MFP അതായത് സിറ്റിയിൽ വരുന്ന സമയത്ത് ഇതേമാതിരി അതിന്റെ മുകളിൽ ആരും പൊട്ടിച്ചു പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും അവധി വീട്ടിൽ പോയിരിക്കാം. നാട്ടിലേക്ക് അവിടെ അല്ല ഇപ്പോഴും അതിനൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് എന്റെ വീട്ടിൽ പണ്ട് നാളികേരം ഇതിന്റെ മുകളിൽ ഞാൻ അതിന് മുകളിൽ കയറുന്നത് അതിന് മുകളിൽ കാലം കൂട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ പഴയ വീടില്ലല്ലോ, ഇവിടെ പഴയ വീടുകളാണ്. പഴയ വീടിന് അതിന്റെ ഇഷ്ടമുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മരങ്ങള് നമ്മള് എല്ലാം നല്ല മരങ്ങൾ നമ്മൾ ഈ മരം വെട്ടാമെന്ന് വിചാരിക്കും. ഈ മരം വെട്ടാനും പറ്റുന്നില്ല. അത് ഈക്കാലിപ്റ്റസ് ട്രീസ്, അക്കേഷ്യ ട്രീ, ഇതൊക്കെ നേറ്റീവ് ട്രീസാണ്. നേറ്റീവ് ട്രീസ് വെട്ടണമെങ്കിൽ കൗൺസിലിന്റെ പെർമിഷൻ വേണം. വലിയ ലാൻഡ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ നോക്കട്ടോ കേട്ടോ. നമ്മളിപ്പോൾ അവിടെ വേറെ ഗ്രാനി ഫ്ലാറ്റ് ഇതൊക്കെ പണിയാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. വലിയ മരങ്ങൾ ഉണ്ടെങ്കിൽ അത് കൗൺസിൽ വെട്ടാൻ പറ്റില്ല. ഇനി നിങ്ങൾ അവർ അറിയാണ്ട് വെട്ടിയാലും നെയ്ബേഴ്സ് വിളിച്ചു പറഞ്ഞു നോക്കുന്ന അങ്ങനത്തെ സെറ്റപ്പും കാര്യം. ഇവിടെ ട്രീസ് എത്ര ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ അവിടുത്തെ റിപ്പോർട്ട് പഠിച്ചപ്പോ ആൾക്കാർ ഡെഡ് ചെയ്യും, കൊല്ലും, കൊടുത്തിട്ട് അത് ഇപ്പൊ വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് ഷോർട്ട് കട്ട്സ് ഉണ്ട് ഇന്ത്യക്കാരല്ലേ. അപ്പം അതാണ് നമ്മൾ ഇപ്പൊ പഴയ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി ഈ മിസ്റ്റേക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പഴയ വീട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ഡെഫിനറ്റ്ലി പഴയതല്ല, ഒരു 5 കൊല്ലം ആയിക്കോട്ടെ അല്ലെങ്കിൽ 2 കൊല്ലം പഴക്കമായിക്കോട്ടെ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ. കാരണം ബ്രാൻഡ് ന്യൂ വാങ്ങിക്കുന്ന സമയത്ത് വെച്ചാൽ ബ്രാൻഡ് ന്യൂ ഓക്യുപ്പൻസി കിട്ടുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഒക്കെ പാസ്സായാൽ മാത്രമേ ഇവർക്ക് ഓക്യുപ്പൻസി കിട്ടുള്ളൂ. സോ അന്നേരം നിങ്ങൾ അതാ. പക്ഷെ അല്ലാത്ത സമയത്ത് ഈവൻ 1 കൊല്ലം പഴക്കമായാലും ചെയ്തോളൂ ബിൽഡിംഗ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ഒക്കെ. സോ ഇതാണ് കോമൺ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഹോം ബയേഴ്സ്. പൈസ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പൊ പുതിയതാണ് സ്കാം, പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവര് വിളിച്ച് അക്കൗണ്ട് നമ്പർ വിളിച്ച് ചോദിച്ചിട്ട് വക്കീലിനെ വിളിച്ച് ചോദിച്ചിട്ട് വേണം നമ്മുടെ അക്കൗണ്ട് നമ്പർ തന്നെയാണോ കറക്റ്റ് ഇമെയിൽ വരും. ഓക്കെ, ABCD lawyers സതീഷ് can you please transfer $120,000 to this account എന്ന് വരും. അതേമാതിരി അതൊരു 50 ഇമെയിൽ മുമ്പുണ്ടോ ഇതാണ് അക്കൗണ്ട് നമ്പറിന് അയച്ചു കൊടുക്കരുത്. അത് അവരെ വിളിച്ചു ഈ അക്കൗണ്ട് നമ്പർ ഇമെയിൽ എന്താണ് അക്കൗണ്ട് നമ്പർ എന്ന് അവർ ഉറപ്പിച്ച് ശേഷം നമ്മുടെ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ തന്നെ SMS വരുന്നവരുണ്ട് വിളിച്ചു വയ്ക്കുക. എന്നിട്ട് അത് ചെയ്യാം. എന്നിട്ട് വേണം ചെയ്യാൻ. പൈസ ട്രാൻസ്ഫർ വലിയ എമൗണ്ട് ആണ്. ലൈഫ് ബാധിക്കും. നിങ്ങളുടെ ലൈഫ് പിന്നെ 5 കൊല്ലം വേസ്റ്റ് ആയി പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കുക പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ.
അപ്പം ഗൈസ് ഐ തിങ്ക് പിന്നെ ഫസ്റ്റ് ഹോം ബയേഴ്സിന് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കൂടാണ്ട് ഞാൻ വേറൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹോം ബയേഴ്സിൻ്റെ എങ്ങനെ വീട് വാങ്ങിക്കേണ്ട പ്രോസസ്സാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. സതീഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു നിങ്ങളെ ഒരുപാട് ഇൻഫർമേഷൻസ് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഗെയിൻ എന്തെങ്കിലും സംശയങ്ങൾ ഇനിയുണ്ടെങ്കിൽ കമന്റ് ബിലോ, നമ്മൾ വി ട്രൈ ടു ആൻസർ ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ വി ക്യാൻ ഡു അനദർ വീഡിയോ. എന്താ പറയുക, ഇതൊക്കെ ആൻസർ ചെയ്തുകൊണ്ട് വി ആർ ഹാപ്പി ടു ഡു അനദർ വീഡിയോ ആസ് വെൽ. ബട്ട് കോൺടാക്ട് ഹിം. ഞാൻ കോൺടാക്ട് നമ്പർ എൻ്റെ ആയാലും ചേട്ടൻ്റെ ആയാലും ഒക്കെ താഴെ ഇടാം. ആക്ച്വലി ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്യുക. മേ ബി യു വിൽ ഹെൽപ്പ് ദം അല്ലേ? ഇൻവെസ്റ്റേഴ്സ് ആയാലും ആരായാലും വിളിച്ചോളൂ, വി ക്യാൻ ഹെൽപ്പ്. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ വിളിച്ചാലാണെങ്കിലും ഐ ക്യാൻ ഗിവ് ഹിസ് കോൺടാക്ട് ആക്ച്വലി. സോ ദാറ്റ്സ് എ തിങ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.